നമസ്കാരം. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികളെല്ലാം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ പാരൻസ് പറയുന്നത് ഒരുപോലെ അല്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരു കുട്ടിയുടെ മിടുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ എഴുതുന്ന പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ അവൻ മിടുക്കനെന്നും കുറച്ച് മാർക്ക് വാങ്ങണമെങ്കിൽ അവൻ പഠിക്കാൻ മോശക്കാരനും എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവൻ മാർക്ക് കുറച്ച് വാങ്ങിച്ചത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതിന്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. വീട്ടിലെ സാഹചര്യമാണോ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് ആദ്യം നമ്മൾ കുട്ടിയുടെ പഠിക്കാൻ, അതായത് മാർക്ക് വാങ്ങാൻ, കുറവായി മാർക്ക് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ചാൽ ഒരു പരിധി വരെ പഠന നിലവാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റും. 5-6 പേര് നീക്കുന്നിടത്തോ പബ്ലിക്കായിട്ടോ ഒരു കാരണവശാലും മാർക്ക് കുറച്ച് വാങ്ങിച്ചാൽ ആ പബ്ലിക്കിന് മുമ്പ് വെച്ച് കുട്ടിയെ വഴക്ക് പറയാനോ ശാസിക്കാനോ ഒന്നും പാടില്ല. വ്യക്തിപരമായി മാറ്റി നിർത്തി ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാൽ തന്നെ പഠനത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അടുത്ത സമയത്ത് ഒരു കുട്ടി 50-ന് 4 മാർക്ക് വാങ്ങിച്ചത്. 50-ന് 4 മാർക്ക് വാങ്ങിയ കുട്ടിയുടെ പാരന്റ് വന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടി 50-ന് 4 വാങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും ആ അമ്മയുടെ മുഖത്ത് കണ്ടില്ല. വളരെ പ്രസന്നവതിയായിട്ടാണ് അവരവിടെ ഇരുന്നത്. ഇതുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിയുടെ മാർക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പക്ഷെ അവർ പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് വരെ പരീക്ഷകളിൽ 0 മാർക്ക് മാത്രമാണ് എൻ്റെ മോൻ വാങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു 4 മാർക്ക് വാങ്ങി ഞാൻ കാണുന്നത്. ആ അധ്യാപകന്റെ മുമ്പേ വെച്ച് ആ കുട്ടിയെ വഴക്ക് പറയുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുകയാണ്. 4 മാർക്ക് നേരത്തെക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ പ്രോത്സാഹനം കൊടുക്കുകയാണ് അമ്മ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അധ്യാപകന് തന്നെ അതൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി. പിന്നീട് അധ്യാപകൻ ആ കുട്ടിയെ ഓരോ ക്ലാസ്സിലും അവന്റെ ഓരോ ഉയർച്ചയിലും മാർക്കുകൾ കൂടുതൽ വാങ്ങുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാന വർഷ പരീക്ഷയിൽ 8 A+ഉം 2 Aയും വാങ്ങിക്കൊണ്ട് 10ാം ക്ലാസ് പാസ്സാവുകയാണ് ചെയ്തത്. അപ്പൊ ആ കുട്ടിയിൽ കണ്ട ചെറിയൊരു മാറ്റം, ആ ചെറിയൊരു മാറ്റത്തെ പ്രോത്സാഹനം കൊടുത്തതിലൂടെ ആ കുട്ടിക്കുണ്ടായ ആ വലിയ മാറ്റം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ കുട്ടികളിൽ വരുന്ന ഓരോ മാറ്റം നമ്മൾ വളരെ ശ്രദ്ധിച്ച് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് പഠിത്തത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും.